ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ 14-ാമത്തെ ദശകവും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കുകളും അവിടുത്തേത് മാത്രമാണ്, അവിടുന്ന് മാത്രമാണ് പറഞ്ഞതും പറയിപ്പിച്ചതും എന്ന ബോധ്യത്തോടു കൂടി അവിടുത്തെ പാദപത്മങ്ങളിൽ ചെന്താമര പൂക്കളായി സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് 14-ാമത്തെ അധ്യായം 14-ാമത്തെ ദശകം പാരായണം ചെയ്ത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ദശകം 14 കപിലാവതാരം. സമനുസ്മൃത താവകാംഘ്രിയുഗ്മ സമനുഃ പങ്കജസംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുതം സമാസിഷേവേ ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലഞ്ജസുതം സ്വമേവ പശ്ചാത് സ്വഗതിഞ്ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ സമനുഷ്യതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം മനുനോപഹൃതാഞ്ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോऽസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം സ പുനസ്ത്വദുപാസന പ്രഭാവാദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലേ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാ ശതവർഷമഥവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാ വനയാനസമുദ്യതോപി കാന്താഹിതകൃത്വജ്ജനനോത്സുകോ ന്യവാൾസീത് നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വനമേയുഷി കർദമേ പ്രസന്നേ മത സർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
നാരായണീയത്തിലെ 100 ദശകങ്ങളുള്ളതിൽ നമ്മൾ 91 മുതൽ 99 വരെയുള്ള ദശകങ്ങളിൽ ഈ ഒരു ആത്മതത്വ വിചാരം ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ആത്മതത്വത്തെ പല വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അവിടെ ഭഗവാന്റെ ലീലകളല്ല, ഭഗവാന്റെ ലീലകൾ ഒരു 90ാമത്തെ ദശകത്തോടുകൂടി കഴിയുകയാണ്. പിന്നീട് ഈ ഒരു ആത്മതത്വത്തെ ഭംഗിയായി പറഞ്ഞു തരുന്ന ഒരു ഭഗവാന്റെ അവതാര ലീലയാണ് കപിലാവതാരം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ദശകം 15ാമത്തെ ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ ഉപദേശങ്ങളാണ്. ഈ ആത്മതത്വത്തെ അമ്മയ്ക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഏറ്റവും മനോഹരമായ ഒരു ദശകമാണ് ഈ കപിലോപദേശം എന്ന് പറയുന്നത്. അതിമനോഹരമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും മനസ്സിലാകത്തക്ക വിധത്തിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു തത്വസാരമാണ് അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 15ാമത്തെ ദശകം കപിലോപദേശം. അതിന് ഒരു തുടക്കമായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞ. അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അവതാരം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു തരികയായിരുന്നു 14ാമത്തെ ദശകം. തന്നെയല്ല, അങ്ങനെയൊരു ജ്ഞാനിയായ ഒരു മകൻ ഉണ്ടാകണമെങ്കിൽ ഭഗവത് വിചാരത്തോടുകൂടി ആ അമ്മ കഴിയേണ്ടതുണ്ട് എന്നുകൂടി അമ്മയുടെയും അച്ഛൻ്റെയും, ഇവിടെ അച്ഛനാണ് ആ ഒരു ഉപദേശം കൊടുക്കുന്നതും. രണ്ടുപേരും, അച്ഛനായാലും അമ്മയായാലും, എത്രമാത്രം ഈശ്വരനിലേക്ക് അടുക്കുന്നോ അത്രമാത്രം സൽസന്താനങ്ങൾക്കുള്ള സാധ്യത ഏറും എന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു തരികയായിരുന്നു ഈ 14ാമത്തെ ദശകം. ഭഗവാൻ പറയിപ്പിച്ച എല്ലാ വാക്കുകളും ഭഗവാന്റെ തന്നെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസം കപിലോപദേശം നോക്കാമെന്ന് കരുതുന്നു. ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ.